ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടുമ്പോൾ എല്ലാം പറയാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് നല്ലോണം വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു 3/4 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണേ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു പിഞ്ച് കായാണ്. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ കളയാണ്ടുള്ള വെളുത്തുള്ളി ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതുപോലെ 2 വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തേക്കാണ്. പിന്നെ ഞാനിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നല്ല ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം വെന്തൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. അപ്പോൾ ഞാനിതിലേക്ക് വേറെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ഒരു ഇത്തിരി കൂടെ കൂടുതൽ ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ എരിവും ഉണ്ടാവും, ആവശ്യത്തിന് നല്ല കളറും ഉണ്ടാവും. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ആയിട്ട് ഇടുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു ഒറിഗാനോ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇടുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല കേട്ടോ, നമുക്ക് ഒരുമാതിരി സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഈ സാധനം. ഒരു പ്രത്യേക ഫ്ലേവറാണ്. അത് 2-3 ചെടികളുടെ ഇല ഉണങ്ങിയതാണിത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ സംഭവം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഈ ഒരു പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇതിലേക്ക് കുക്കായിട്ട് നല്ല ആ ഒരു ടേസ്റ്റൊക്കെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവും കേട്ടോ. വല്ലാണ്ട് അങ്ങ് ക്രിസ്പി ആവില്ല, എന്നാലും പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആവും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തേക്കാം. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടും നമ്മളുടെ വീട്ടിലുള്ള അത്യാവശ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒറിഗാനോ ഒക്കെ ഇട്ടത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഞാൻ ജസ്റ്റ് ഉള്ളത് കൊണ്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.